മലപ്പുറം കാളികാവ് സ്വദേശി ഫായിസ് സ്വന്തം കുഞ്ഞിനോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു നീറും. കാളികാവിലെ 2 വയസ്സുകാരിക്ക് ജന്മം നൽകിയ പിതാവിൽ നിന്നും നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. തലച്ചോർ ഇളകിയ നിലയിൽ, തലയിൽ കട്ട പിടിച്ച രക്തം, വാരിയെല്ല് തകർന്നിരിക്കുന്നു. കുട്ടിയുടെ ശരീരം നിറയെ മുറിവുകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചുള്ള പാടുകൾ. വേദനയില്ലാത്ത ലോകത്തേക്ക് ആ പെൺകുഞ്ഞ് യാത്രയാകുമ്പോൾ എന്തിനാണ് ഇതെല്ലാം സഹിക്കേണ്ടി വന്നത് എന്ന് മാത്രം അവൾക്കറിയില്ല. കുട്ടിയെ പിതാവ് നാളുകളായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് അമ്മയും ബന്ധുക്കളും പറയുന്നു. മരണവിവരം പുറത്തുവന്നതിന് പിന്നാലെ മുങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഫായിസിന്റെ മകൾ ഫാത്തിമ നസറിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞതെങ്കിലും ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. കുട്ടിയെ ഫായിസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന് കുട്ടിയുടെ മാതാവും ഇവരുടെ ബന്ധുക്കളും പറയുന്നു. നിലത്തേനുള്ളിൽ കറങ്ങിയത് അതിൽ കുട്ടീനേറ്റ് ഓനെടുത്ത് കൊണ്ടിരുന്നുണ്ട്. കുട്ടി ഛർദ്ദിക്കുന്നുണ്ടാ, മൂക്കും കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്തു. വെള്ളമൊക്കെ കുടിച്ച് കുട്ടി പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ വേഗം വല്ല അമ്മാന്റെ വീട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്തു കൊണ്ടുപോയാണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത്. കുട്ടിനെ അലമാറമ്മക്ക് കുന്തിയിട്ടും കട്ടിലുമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ട് കൊല്ലി പൊട്ടി ഞെക്കിങ്ങാണ്ടൊക്കെ കൊന്നിക്കണത്. പിന്നെ റൂമിൽ വന്ന് കടന്നപ്പോൾ പിന്നെ കുട്ടി മുണ്ടണില്ല. അതിന് കുട്ടിന്റെ പള്ളിയിൽ കൂടെ ഒക്കെ നേരെ വരുന്നുണ്ട്. ഇവര് മുഖത്തിലെ പാടും ഈ അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പിച്ച് ഈ കുട്ടിനെ കൊന്നത് തന്നെയാണ്. ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. കുട്ടിയെ നിലത്തിട്ട് ചവിട്ടിയ രീതിയിലാണ് പരിക്ക്. തലയിൽ രക്തം കട്ട പിടിച്ചിരുന്നു. തലച്ചോർ ഇളകിയ നിലയിലാണ്. വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. നെഞ്ചിലോ വയറ്റിലോ ചവിട്ടിയാലാണ് ഇങ്ങനെ സംഭവിക്കുക. കുട്ടിയുടെ തല മുൻപും ഇടിപ്പിച്ചതായി സൂചനയുണ്ട്. കുട്ടിയുടെ ശരീരം നിറയെ മുറിവുകളുടെ പാടുകളുള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായും പോലീസ് അറിയിച്ചു. ചിലത് ഉണങ്ങിയതാണ്. സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതുപോലെയുള്ള അടയാളങ്ങളുമുണ്ട്. മാസങ്ങളായി അതിക്രൂരമർദ്ദനം കുരുന്ന് ഏറ്റുവാങ്ങിയിരുന്നെന്ന് തെളിയിക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവശേഷം ഒളിവിൽ പോയ ഫായിസിനെ പുല്ലങ്കോട് എസ്റ്റേറ്റിന് സമീപത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ അന്വേഷണം തുടരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം.